നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പൊടിഞ്ഞ അസ്ഥികളുമായി നേരിട്ടെത്തിയ യുവാവ്. രഹസ്യബന്ധത്തെ തുടർന്ന് കാമുകി പ്രസവിച്ച 2 കുട്ടികളുടെ അസ്ഥിയാണെന്ന് മൊഴി. ആമ്പലൂർ ചേനക്കല ഭവിൻ, നൂൽവെള്ളി മുല്ലയ്ക്കപ്പറമ്പിൽ അനീഷ എന്നിവർ പിടിയിൽ. പീച്ചി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂട്ടി. 4 ഷട്ടറുകളും ആകെ 3 ഇഞ്ചാണ് ഉയർത്തിയത്. ആരോഗ്യ ബോധവൽക്കരണവുമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ച് ജില്ലാ കളക്ടറും സംഘവും. ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ കെട്ടിടം ചാലക്കുടി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുനർനിർമ്മിച്ചു. ലഹരിക്കെതിരെ നന്ദിപുലം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിലെ CLC സംഘടനയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതായി വെളിപ്പെടുത്തിയ യുവാവ്. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പൊടിഞ്ഞ അസ്ഥികളുമായി നേരിട്ടെത്തിയാണ് യുവാവിന്റെ തുറന്നുപറച്ചിൽ. രഹസ്യബന്ധത്തെ തുടർന്ന് കാമുകി പ്രസവിച്ച 2 കുട്ടികളുടെ അസ്ഥിയാണെന്ന് മൊഴി നൽകി. പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങളും മരിച്ചുവെന്ന് പറഞ്ഞ യുവതി പോലീസ് ചോദ്യം ചെയ്യലിൽ 2ാമത്തെ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്നും സമ്മതിച്ചു. നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ ആമ്പലൂർ ചേനക്കാല 26 വയസ്സുള്ള ഭവിൻ, വെള്ളിക്കുളങ്ങര നൂലുവെള്ളി മുല്ലയ്ക്കപ്പറമ്പിൽ 22 വയസ്സുള്ള അനീഷ എന്നിവരെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ ശനിയാഴ്ച അർദ്ധരാത്രി ഭവിൻ കുട്ടികളുടെ അസ്ഥികൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തന്റെ കൈവശം 2 കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണെന്നും പ്രസവത്തിൽ മരിച്ച കുഞ്ഞുങ്ങളെ കുഴിച്ചിടുകയായിരുന്നുവെന്നും പറഞ്ഞു. സ്റ്റേഷനിൽ ചുമതലയിലുണ്ടായിരുന്ന പോലീസുകാർ സ്റ്റേഷൻ ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചു. തുടർന്ന് രാത്രി തന്നെ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും യുവതിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് കേസിന്റെ ചുരുളഴിഞ്ഞത്. 2020 ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഭവിനും അനീഷയും പ്രണയത്തിലാവുകയും തുടർന്ന് ഗർഭിണിയായ അനീഷ 2021 നവംബറിൽ പ്രസവിക്കുകയുമായിരുന്നു. നൂലുവെള്ളിയിലെ വീട്ടിലെ കുളിമുറിയിൽ വെച്ച് പ്രസവിച്ച ആൺകുഞ്ഞ് പൊക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റിയതിനെ തുടർന്ന് മരിച്ചിരുന്നതായി അനീഷ പോലീസിനോട് പറഞ്ഞു. ഈ കുട്ടിയെ അനീഷയുടെ വീട്ടുപറമ്പിൽ രഹസ്യമായി കുഴിച്ചിടുകയായിരുന്നു. 8 മാസത്തിനു ശേഷം കുട്ടിയുടെ അസ്ഥി ഭവിന് കൈമാറി. മരിച്ച കുഞ്ഞുങ്ങളുടെ അസ്ഥി അന്ത്യകർമ്മങ്ങൾ ചെയ്ത് കടലിൽ നിമജ്ജനം ചെയ്യാമെന്ന് പറഞ്ഞാണ് ഭവിൻ അസ്ഥി വാങ്ങിയത്. എപ്പോഴെങ്കിലും പിരിയേണ്ട ഘട്ടമുണ്ടായാൽ ഇതുപയോഗിച്ച് ഭീഷണിപ്പെടുത്താമെന്ന് ഭവിൻ കരുതിയിരുന്നതായും പോലീസ് പറഞ്ഞു. പിന്നീടും ഭവിനുമായി ബന്ധം തുടർന്ന അനീഷ 2024 വീണ്ടും ഗർഭിണിയായി. ഏപ്രിൽ 24 വീട്ടിലെ മുറിയിൽ വെച്ച് പ്രസവിച്ച അനീഷ കുഞ്ഞ് കരഞ്ഞതോടെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നും കുഞ്ഞിന്റെ മൃതദേഹം ഭവിൻ ആമ്പല്ലൂരിലെ വീട്ടുപറമ്പിൽ രഹസ്യമായി കുഴിച്ചു മൂടിയെന്നും അനീഷ പോലീസിനോട് പറഞ്ഞു. പ്രസവശേഷം കുഞ്ഞിന്റെ മൃതദേഹം സ്വന്തം സ്കൂട്ടറിലാണ് ഭവിന്റെ വീട്ടിലെത്തിച്ചത്. ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന അനീഷ കുറച്ചു കാലമായി ഭവിനുമായി അകൽച്ചയിലായിരുന്നു. കാമുകി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്ന സംശയം മൂലം ഭവിൻ ഫോണിലൂടെയും നേരിട്ടും അനീഷയെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു. ശനിയാഴ്ച രാത്രിയിൽ അനീഷയെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നതാണ് ഭവിന് പ്രകോപനമായത്. മദ്യലഹരിയിലായിരുന്ന ഭവിൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അസ്ഥി ബാഗിലാക്കി സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. ഭവിൻ കൊണ്ടുവന്ന അസ്ഥികൾ 2 കുഞ്ഞുങ്ങളുടേത് തന്നെയാണെന്ന് ഫോറൻസിക് ഡോക്ടർ പ്രാഥമികമായി സ്ഥിരീകരിച്ചുവെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ വ്യക്തമാക്കി. സംഭവത്തിൽ ഇവർ 2 പേർ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇതുവരെ ലഭിച്ച വിവരമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ചാലക്കുടി DYSP ബിജുകുമാറാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇരുവരുടെയും മൊഴികളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും DNA അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകളും കൂടുതൽ അന്വേഷണവും നടത്തണമെന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ അറിയിച്ചു. ഭവിന്റെയും അനീഷയുടെയും വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. സാക്ഷി പട്ടികയടക്കം തയ്യാറാക്കി സമഗ്ര അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. ഇന്നലെ അർദ്ധരാത്രി ശനിയാഴ്ച അർദ്ധരാത്രി 12:30 ശേഷം ഒരു ചെറുപ്പക്കാരൻ ഈ പോലീസ് സ്റ്റേഷനിൽ വരിക. വന്നിട്ട് അയാൾ കയ്യിൽ ഒരു ബാഗുണ്ട്. സംസാരത്തിൽ നിന്ന് മദ്യപിച്ചായിട്ട് തോന്നി.
നമ്മുടെ പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പരസ്പര വിരുദ്ധമായിട്ടാണ് ആദ്യം പറയുന്നതിന് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അയാളുടെ ബാഗിൽ അയാൾ പറയുന്നു ഇത് രണ്ട് കുട്ടികൾ നേരത്തെ ജനിച്ചിട്ടുണ്ട്, എനിക്കും ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്, ബന്ധത്തിൽ 2 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്, 2 കുട്ടികൾ മരണപ്പെട്ടതാണ്, ആ കുട്ടികളുടെ പിന്നെ സ്കെലറ്റനാണിത്, അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളാണിത് എന്ന് പറഞ്ഞിട്ടൊരു ബാഗ് തരികയാണ് പോലീസ്. അപ്പോൾ പെട്ടെന്ന് പോലീസ് സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ളതുകൊണ്ട് പോലീസ് അമ്പരന്നു. പോലീസിനെ കള്ളു കുടിച്ചിട്ട് ഇയാൾ പറയുന്നത് നോക്കി. പക്ഷേ അത് പെട്ടെന്ന് തന്നെ പോലീസിന് ബോധ്യമായി ഇവൻ കള്ളു കുടിച്ചിട്ട് പറയുന്നത് മാത്രമല്ല എന്തോ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായിട്ട് പോലീസ് അപ്പം തന്നെ അവർ CI അറിയിച്ചു, DYSP അറിയിച്ചു. രാത്രി തന്നെ എന്നെ വിളിച്ചു. 12:45 1 മണിക്കകത്ത് എനിക്ക് 12:30 കോളുള്ളൂ, 12:45 എനിക്ക് കോളുണ്ട്. അപ്പോൾ ഞങ്ങളത് അയാളാ പറഞ്ഞ ഭാഗം രാത്രി തന്നെ വെരിഫൈ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഈ മദ്യവെച്ച് പറയുന്ന ആൾ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു മറിച്ചൊക്കെ പറയുന്നത്. രാത്രി തന്നെ CIയും DYSPയും വാർത്ത വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി. അയാൾ പറയുന്ന ഭാഗമെല്ലാം വെരിഫൈ ചെയ്ത് ഞങ്ങൾക്ക് രാവിലെയോടെ ബോധ്യപ്പെട്ടത് 2 കുട്ടികൾ മരണപ്പെട്ടു. ജനിച്ച് ദിവസങ്ങൾക്കകം 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. 2 ആൺകുട്ടികളാണ്, 2 പിഞ്ചു കുട്ടികൾ മരണപ്പെട്ടു. ഇവർ 2 പേരുടെയും കുട്ടിയാണ്, അതിന് തർക്കമൊന്നുമില്ല. അപ്പോൾ ഈ പെണ്ണെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. 2020 ഇവർ തമ്മിൽ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ്. അന്ന് ഇവർക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് അന്ന് 20 വയസ്സും, 18-20. ഫേസ്ബുക്ക് പരിചയം, തുടർന്ന് അവർ തമ്മിൽ നല്ല ബന്ധമായി, സ്നേഹബന്ധമായി, വിവാഹം കഴിക്കാനായിരുന്നു പരിപാടി എന്ന് 2 പേരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 21 ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നു. ആദ്യത്തെ കുട്ടി തുടർന്ന് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചു. ഇത് മരണപ്പെട്ടതാണോ, കൊന്നതാണോ, കുടിച്ചിട്ടു എന്ന് പറയുന്ന സത്യമാണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി കുറേ ഞങ്ങൾ ഇത്രയും സമയം വെരിഫൈ ചെയ്തപ്പം കണക്റ്റഡ് ആയിട്ട് കുറേ ചെറിയ എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊണ്ടുവന്നത് മനുഷ്യൻ്റെ അസ്ഥി തന്നെയാണോ, കുട്ടിയുടെ അസ്ഥി തന്നെയാണോ എന്നൊക്കെ പരിശോധിക്കണം. അതിന് ഞങ്ങൾ ഒരു ഡോക്ടറുടെ സേവനം തേടി, ഫോറൻസിക് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഇപ്പോൾ ഏതാണ്ട് അത് പിന്നെ 2 കുട്ടികളുടെ അസ്ഥികളുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവരുടേതാണെന്ന് അറിയാൻ DNA ഉൾപ്പെടെയുള്ള പരിശോധനകളും ടെസ്റ്റുകളും നടത്തണം. കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തെക്കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പുവരുത്താൻ വേണ്ടി അതിന് കൂടുതൽ വിശദമായ അന്വേഷണം, കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണം. ഒരുപാട് സാക്ഷികളെ കണ്ട് ചോദിക്കാനുണ്ട്. സാക്ഷികളാകാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ ഈ 2 പേരെയും ചോദ്യം ചെയ്യും. 2 പേരും കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു, കഴുത്തിൽ പൊക്കൽ കൂടി ചുറ്റിയിരുന്നു, അപ്പം വയറ്റിൽ വെച്ച് തന്നെ 2 ദിവസം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. 2ാമത്തെ കുട്ടി അതും ഇതുപോലെ മരണപ്പെട്ടാണ് വന്നത്. പക്ഷെ ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വേറെ ചില ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറേ ചോദ്യം ചെയ്തു, കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ 2ാമത്തത് സ്വാഭാവിക മരണമല്ല, അത് അവർ കൊന്നത് തന്നെയാണ്. 2ാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടിച്ചു, മുഖത്ത് കുത്തിപ്പിടിച്ചു. അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തത് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ചാലക്കുടി DYSP ശ്രീ ബിജു കുമാർ, ഇവിടുത്തെ CI മഹേന്ദ്ര സിംഹൻ, അവരുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. അല്ല, മൃതദേഹം എന്ന് പറയുന്നത് ഇല്ലല്ലോ. മൃതദേഹം എന്ന് പറയുന്നത് കുഴിച്ചിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അതിൽ നിന്ന് അസ്ഥികൾ മുഴുവൻ എടുത്ത്. അപ്പോൾ പിന്നെ അതിനകത്ത് റെമനൻസ് ഉണ്ടാവണം, അതും ഇത് ഒന്നാമത് നോക്കണമല്ലോ. സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് നിന്നാണോ എടുത്തത്, അവിടെ ഇതിൻ്റെ ബാക്കിയുണ്ടോ, ആ സ്ഥലം ഇത് തന്നെയാണോ, അപ്പോൾ ആ ഭാഗം വേണം. 2ാമത് ഇപ്പം പറഞ്ഞനുസരിച്ചാണെങ്കിൽ അത് വേറൊരു പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. അത് കുഴിച്ചിട്ടത് ഈ അമ്മയാണ്. ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് ബോഡി ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചു,
ഇയാൾ കുഴിച്ചിട്ടു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യണം. അസ്ഥി സൂക്ഷിച്ചത് എന്തിനാണ്? അസ്ഥിയെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് രണ്ടുപേരെ നമ്മൾ ചോദ്യം ചെയ്തു, പല പ്രാവശ്യം ചോദ്യം ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായത് അവള് ഇത് കുഴിച്ചിട്ട സമയത്ത് നാട്ടിൽ ആർക്കും ഒരു സംശയം, ഇവള് പട്ടാപ്പകലാണ് കുഴിച്ചിടുന്നത്, സ്വന്തം പുരയിടത്തിൽ. അപ്പം അയൽവക്കക്കാർക്ക് എന്തൊക്കെയോ ഇവള് ഗർഭിണിയായിരുന്നു എന്നൊക്കെ സംശയം ചില പെണ്ണുങ്ങൾക്കുണ്ടായിരുന്നു. ആ അയൽവക്കത്തൊക്കെ നാട്ടിലെ പെണ്ണുങ്ങൾ അപ്പോൾ കുഴിച്ചിട്ടത് കണ്ടിട്ട് അവിടെ ഒരു സംസാരം വന്നതാണ്. അപ്പോൾ അവിടെ അത് കുഴിച്ചെടുക്കാൻ സാധ്യതയൊക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ ഒരു സംശയം അവൾക്കുണ്ടായിരുന്നതായിട്ട് ആണ് പറയുന്നത്. അതിന് സാധ്യതയുണ്ട്. പിന്നെ വേറൊരു സൂചനയുള്ളത്, അവൻ പറഞ്ഞു ഇതിൻ്റെ റെമനൻസൊക്കെ ഇഞ്ഞു കൊണ്ടുപോരും, എനിക്കത് കുട്ടികൾ അവൻ്റെ 1-2 കൂട്ടുകാരുടെ അവൻ പറഞ്ഞതായിട്ട് പറയുന്നത്. ഈ കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്ന് ചടങ്ങുകൾ നടത്തിയില്ലെങ്കിൽ കുട്ടിക്ക് മോക്ഷം കിട്ടണം, അതൊരു ദോഷം വരും. അപ്പോൾ അതിന് എവിടെങ്കിലും കടലിൽ കൊണ്ടുകളയാം, നമ്മൾ പറയുമല്ലോ അസ്ഥി നിമഞ്ജനമൊക്കെ ഉണ്ട് എന്ന് ഇവള് അവനോട് പറഞ്ഞതായിട്ട് പറയുന്നു. പിന്നെ അതിനുശേഷം അവനിൽ നിന്ന് നമുക്ക് വേറെ വിവരം കിട്ടുന്നത് അവൻ ബോധപൂർവമാണ് അവളെ കൊണ്ടത് കൊണ്ടുവരിച്ചത്. കാരണം ഇവർ തമ്മിൽ ആദ്യം അടുപ്പമുണ്ടായിരുന്നു, ഗർഭിണിയായി, രണ്ടാമത് വീണ്ടും ഗർഭിണിയായി, രണ്ടാമത്തെ കുട്ടി മരണപ്പെടുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ട്. ഇവള് വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നൊരു സംശയം വന്നു, ഇവള് അകന്നു പോകുന്നൊരു സംശയം അവനുണ്ടായി. ഇവൾക്ക് രണ്ടാമതൊരു ഫോൺ വേണ്ടാന്ന് അവൾ പറഞ്ഞു. ഇവള് അറിയാതൊരു ഫോൺ ഉപയോഗിച്ചു. ആ ഫോണ് ഈ 2025 ജനുവരിയിലാണ് അവൻ മനസ്സിലാക്കുന്നത് ഇവളുടെ വീണ്ടും ഫോണുണ്ട്. അതിനെ ചൊല്ലി തർക്കമായി. ഇവള് വേറെ പ്രപ്പോസൽ നോക്കുന്നൊരു സംശയം വന്നു. അവനെ കൊണ്ട് ശല്യം വന്നപ്പോൾ സ്വയം അകന്നതാണെന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. 2 നവജാത ശിശുക്കളെ പുതുക്കാട് വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട സംഭവത്തിൽ ഒരു കുട്ടിയെ കൊന്നത് അമ്മയാണെന്ന് തെളിഞ്ഞതായി പോലീസ്. രണ്ടാമത്തെ കുട്ടിയുടെ മരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണ്. ആമ്പലൂർ സ്വദേശി ഭവിൻ, അനീഷ എന്നിവർക്കാണ് വിവാഹത്തിന് മുൻപ് കുട്ടികളുണ്ടായത്. ഒരു കുട്ടി പ്രസവിച്ചപ്പോഴേ മരിച്ചു എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. പ്രസവിച്ച വിവരം ആരും അറിയാതെ ഇരിക്കാനാണ് രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയത്. അനീഷയാണ് ഭവിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികളെ കുഴിച്ചിട്ടത്. ഇരുവരും തമ്മിൽ അകന്നതോടെയാണ് ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടികളെ കുഴിച്ചിട്ട വിവരം വെളിപ്പെടുത്തിയത്. മകൾ അനീഷ ഭവിനുമായി 4 കൊല്ലമായി അടുപ്പത്തിലായിരുന്നുവെന്നും ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നുവെന്നും അനീഷയുടെ കുടുംബം പറയുന്നു. ഭവിയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് വീട്ടുകാർക്ക് അറിയാമായിരുന്നു. എന്നാൽ ചില തർക്കങ്ങളെ തുടർന്ന് ഈ ബന്ധം വേണ്ടെന്ന് വീട്ടുകാർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് പോലീസുകാർ വീട്ടിലെത്തി അനീഷയെ കൂട്ടിക്കൊണ്ടുപോയത്. പീച്ചി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂട്ടി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 4 സ്പിൽവേ ഷട്ടറുകളും 1 ഇഞ്ച് ഉയർത്തിയിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ 2 ഇഞ്ച് കൂടി കൂട്ടി. ഇതോടെ 4 ഷട്ടറുകളും ആകെ 3 ഇഞ്ച് ഉയരുന്നതാണെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ കെട്ടിടം ചാലക്കുടി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുനർനിർമ്മിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോമി കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് വകുപ്പിന്റെയും ചാലക്കുടി നഗരസഭയുടെയും നിർദ്ദേശപ്രകാരം 8.5 ലക്ഷം രൂപ ചെലവഴിച്ച് ചാലക്കുടി ലയൺസ് ക്ലബ്ബ് പുനരുദ്ധാരണം ഏറ്റെടുക്കുകയായിരുന്നു. നിലവിൽ 8 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണുള്ളത്. ഇനി മുതൽ ഏകദേശം 30 പേരെ കിടത്തി ചികിത്സിക്കാനും ബൈസ്റ്റാൻഡേഴ്സിനുള്ള സൗകര്യവും ഉണ്ടാകും. കുട്ടികൾക്കും വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വാർഡ്, ഡി അഡിക്ഷൻ ചികിത്സയ്ക്കായി എത്തുന്നവർക്കും ബൈസ്റ്റാൻഡേഴ്സിനും വായനശാലയും ഒരുക്കിയിട്ടുണ്ട്. വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ പുനഃനവീകരണ പ്രവർത്തനങ്ങൾക്ക് മികച്ച ഏകോപനം നടത്തിയ മുൻ ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ രാജുവിന് ജഡ്ജ് ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി പോൾ, വാർഡ് കൗൺസിലർ വിജയ് ജോർജി, മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ സാജു ആന്റണി, ഡെപ്യൂട്ടി DMO അനൂപ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മിനിമോൾ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ്, സർക്കിൾ ഇൻസ്പെക്ടർ N ശങ്കർ, VS സന്ദീപ്, ബിജു പെരേപ്പാടൻ, ഡേവിസ് പള്ളിപ്പാട്ട്, ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ട്രഷറർ ഈപ്പൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. വിമുക്തി കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ്, ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ്, എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് പുത്തിലൻ എന്നിവർ സന്നിഹിതരായിരുന്നു.
ലഹരിക്കെതിരെ നന്ദിപുരം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിലെ CLC സംഘടനയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ലഹരി വിരുദ്ധ പ്ലക്കാർഡുകളുമേന്തി പള്ളിയിൽ നിന്നും നന്ദിപുരം സെന്ററിലേക്ക് ലഹരി വിരുദ്ധ റാലി നടത്തി. തുടർന്ന് ലഹരിക്കെതിരെ വിവിധ പരിപാടികൾ നടത്തി. വികാരി ഫാദർ മേജോ മാങ്ങാട്ടിളയൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. CLC പ്രസിഡന്റ് എബിൻ C. വിൻസെന്റ്, സെക്രട്ടറി ഐറിൻ ആന്റണി, ട്രഷറർ ആൽവിൻ ജോസ്, ആഷിക്, ക്രിസ്റ്റീന സ്റ്റാനി, ക്രിസ്മിൻ ബൈജു, ജ്യോതി മരിയ, കോർഡിനേറ്റർ ആൻസി ജോജു എന്നിവർ നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ കവിതാലാപനം, ഫ്ലാഷ് മോബ് എന്നിവയും ഉണ്ടായിരുന്നു. വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ ആന്റണി പൂങ്കാവനം, കൈക്കാരന്മാരായ ഷിൻസ്, ശൈലേഷ്, റിജോ എന്നിവർ സന്നിഹിതരായി. നാട് മുഴുവനും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അവിടെ വേർതിരിവുകളില്ല. ലഹരി ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നു, അവൻ്റെ ശരീരത്തെ ഇല്ലാതാക്കുന്നു, അവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കുന്നു. സമൂഹത്തിലും വിഷം വിതയ്ക്കുന്ന രീതിയിൽ ഒരു സാമൂഹിക വിപത്തായിട്ട് ലഹരി എന്ന് മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഇടയിലും യുവജനങ്ങളുടെ ഇടയിലും ലേബർ കോഡുകൾ പിൻവലിക്കുക, മിനിമം കൂലി പ്രഖ്യാപിക്കുക, സ്കീം വർക്കേഴ്സിനെ സ്ഥിരം ജീവനക്കാരാക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ സംസ്ഥാന പ്രചരണ വാഹന ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. AITUC സംസ്ഥാന സെക്രട്ടറി CP മുരളി, CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ, TUCI സംസ്ഥാന സെക്രട്ടറി TB മിനി എന്നിവർ നയിക്കുന്ന ജാഥ സ്വീകരണ ചടങ്ങിൽ CU പ്രിയൻ, AITUC പുതുക്കാട് മണ്ഡലം സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ്, പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA, ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, EA ജയതിലകൻ, PC തോമസ്, AV ചന്ദ്രൻ, PC ഉമേഷ്, KM ബാബുരാജ്, PM നിക്സൺ, ജോസ് ആറ്റുപുറം, KM ഹൈദർ, രാഘവൻ മുളങ്ങാടൻ എന്നിവർ പ്രസംഗിച്ചു. അനുകൂലമല്ലാത്ത കാലാവസ്ഥയിലും ഈ ജാഥയെ സ്വീകരിക്കാനും ഞങ്ങളുടെ വാക്കുകൾ കേൾക്കാനും തുടർന്ന് അങ്ങോട്ട് ജൂലൈ 9 പണിമുടക്കം ഒരു മഹാസംഭവമാക്കി മാറ്റാനും അതിന് തീർച്ചയായും കഴിയും. ഒരു വാചകം കൂടി പറയട്ടെ, ഇന്ത്യയിലെ ഇടതുപക്ഷ സംഘടനകളെല്ലാം ആവേശപൂർവ്വം മുമ്പൊരിക്കലുമില്ലാത്ത രീതിയിൽ ജൂലൈ 9 പണിമുടക്കം വമ്പിച്ച വിജയമാക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നതിന് പുറമെ ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടി ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടികയെ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KM ബാബുരാജ് ഉപഹാരം സമ്മാനിച്ചു. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന പുതുക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ ബെന്നി തൊണ്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ റിക്സൺ സോണി, അൻസ മരിയ ജോൺസൺ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. AA പ്രിൻസ്, നൌഷാദ് കല്ലുപറമ്പിൽ, സുജീഷ് കോരിശ്ശേരി, ജിനേഷ് വെട്ടിയാട്ടിൽ, ചാക്കോച്ചൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശാലിനി ജോയ്, മണ്ഡലം സെക്രട്ടറി ബിന്ദു ഷാജി, സജി പൈങ്കേൽ, ലിജി സജി, നിസാർ കറുപ്പം വീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 9 ജഗശ്രീ കുടുംബശ്രീ 25ാം വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ജെസ്സി സണ്ണി അധ്യക്ഷത വഹിച്ചു. സംഘാംഗം ലീലാമ മാത്യു, CDS ചെയർപേഴ്സൺ പ്രസന്ന ഷാജു, 9ാം വാർഡിലെ CDS അംഗം പുഷ്പ സുധീർ, സംഘം സെക്രട്ടറി അനിത മുരളീധരൻ, സംഘം അംഗം നീനു അഭിലാഷ് എന്നിവർ സംസാരിച്ചു. 25ാം വാർഷിക പരിപാടി ആഘോഷിക്കാനായിട്ടുള്ള തൃക്കൂർ CDS ചെയർപേഴ്സൺ പ്രസന്നജി, അതേപോലെ തന്നെ ഈ വാർഡിൻ്റെ CDS പുഷ്പജി, അതേപോലെ തന്നെ ഈ സംഘം രൂപീകരിക്കാനായിട്ട് എല്ലാ കാര്യത്തിനും മുൻകൈയെടുത്ത ഉഷേച്ചി, അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഈ സംഘാംഗങ്ങളെ എല്ലാവർക്കും ആദ്യമേ തന്നെ 25ാം വാർഷികത്തിൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു സംഘം ഇത്രയും നല്ല രീതിയിൽ പോകുന്നു. 25 കൊല്ലമായിട്ട് ആരോഗ്യ ബോധവൽക്കരണവുമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ച് ജില്ലാ കളക്ടറും സംഘവും. ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരുടെ കായികക്ഷമതയും ആരോഗ്യകരമായ ശീലങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരണം നടത്തുന്നതിനുമായാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ റണ്ണിംഗ് ക്ലബ്ബാണ് പാലപ്പള്ളി ജംഗ്ഷൻ മുതൽ ചിമ്മിനി ഡാം പരിസരത്തേക്കും തിരിച്ചും 12 കിലോമീറ്റർ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. പാലപ്പള്ളി ജംഗ്ഷൻ പരിസരത്തു നിന്നും രാവിലെ 6:30 ആരംഭിച്ച കൂട്ടയോട്ടം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് കൂട്ടയോട്ടത്തിൽ പങ്കാളിയായി. കൂട്ടയോട്ടത്തിൽ 150-ലധികം പേർ പങ്കെടുത്തു. കൂട്ടയോട്ടത്തിന് ശേഷം ജില്ലാ കളക്ടർ നവമാധ്യമങ്ങളിലൂടെ വൈറലായ പാലപ്പള്ളി മൈതാനവും സന്ദർശിച്ചു. മൈതാനത്ത് നടന്ന ചടങ്ങിൽ 2026 തൃശൂർ മാരത്തണിൻ്റെ തീയതിയും വെബ്സൈറ്റും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ലോഞ്ച് ചെയ്തു.
പാലപ്പള്ളി സെന്റ് ജോസഫ് അക്കാദമിയിലെ കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റും വിതരണം ചെയ്തു. കുട്ടികളോടൊപ്പം ക്രിക്കറ്റ് കളിച്ചതിന് ശേഷമാണ് ജില്ലാ കളക്ടർ മടങ്ങിയത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വൈസ് പ്രസിഡന്റ് TG അശോകൻ, എൻഡ്യൂറൻസ് അത്ലറ്റ് ഓഫ് ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ, സെക്രട്ടറി റീമോൻ ആന്റണി, ജോയിന്റ് സെക്രട്ടറി സ്വപ്ന എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സംയോജിത കൃഷി ക്ലസ്റ്ററിന്റെ ഉപജീവന സേവന കേന്ദ്രം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ CDS ചെയർപേഴ്സൺ സുനിത ബാലൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീം, KJ ഷാൻഡോ, VS നിജിൽ, സനല ഉണ്ണികൃഷ്ണൻ, ഷൈബി സജി, KS ബിജു, KR ഔസേബ്, ജില്ലാ പ്രോഗ്രാം മാനേജർ KN ദീപ, പഞ്ചായത്ത് അംഗം ഉമ്മുക്കുൽസു എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിൽ തെരഞ്ഞെടുത്ത 4 വാർഡുകളിലെ 300 കർഷകരെ ഉൾപ്പെടുത്തിയാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നെല്ല്, വാഴ, മഞ്ഞൾ, ഡയറി ഇത്രയും ഉൽപ്പന്നങ്ങളെയാണ് IFCയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വന്തം ആവശ്യത്തിൽ കൂടുതൽ ആയി വരുന്ന ഉൽപ്പന്നങ്ങളെ IFC മുഖാന്തരം സംഭരിക്കുന്നതിനും വിൽക്കുന്നതിനും ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റത്തൂർ IFCയുടെ ഭാഗമായി കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുവാനും ഉദ്ദേശിക്കുന്നുണ്ട്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷവും പ്രസാദഊട്ടും ജൂലൈ 3 നടത്തും. പുലർച്ചെ മുതൽ നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വിജയൻ കാരുമാത്ര മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പഞ്ചാരി മേളത്തോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, 10:30 മുതൽ അന്നദാനം, വൈകിട്ട് 6:30 മുതൽ ദീപാരാധന, സമൂഹാരാധന, അത്താഴപൂജ, വലിയ ഗുരുതി എന്നിവ ഉണ്ടായിരിക്കും. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും മഹാമൃത്യുഞ്ജയ ഹോമവും ജൂലൈ 2 തീയതി ബുധനാഴ്ച നടക്കും. 1 തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6 ദീപാരാധന, പ്രസാദശുദ്ധി, പുണ്യാഹം, അത്താഴപൂജ, ബുധനാഴ്ച രാവിലെ 5 നടത്തുറപ്പ്, ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, 6 ഉഷപൂജ, പഞ്ചവിംശതി കലശപൂജ, കലശാഭിഷേകം, രാവിലെ 9 കാഴ്ചശീവേലി, മധ്യാഹ്ന പൂജ, ശ്രീഭൂതബലി, പ്രസാദൂട്ട്, വൈകിട്ട് ദീപാരാധന, സഹസ്രനാമാർച്ചന, അത്താഴപൂജ എന്നിവയാണ് പരിപാടികൾ. ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ, മേൽശാന്തി മനോജ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും. രാവിലെ 11 വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായ വിതരണവും ഉണ്ടായിരിക്കും. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 3 മാർ തോമാശ്ലീഹായുടെ ദുക്രാന തിരുനാൾ ഊട്ടുതിരുനാളായി ആഘോഷിക്കും. തിരുനാളിനൊരുക്കമായി ജൂലൈ 1 ചൊവ്വാഴ്ച വൈകിട്ട് 6:30 കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റും. കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. ജൂലൈ 2 ബുധനാഴ്ച രാവിലെ 6:15 കുർബാന, വൈകിട്ട് 6:30 കുർബാന, ലതീഞ്ഞ്, നൊവേന, പള്ളിചുറ്റി പ്രദക്ഷിണം എന്നിവയും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ജൂലൈ 3 രാവിലെ 7 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ്, 8 കുരിശുമുടിയിൽ കുർബാന, 10 ആഘോഷമായ റാസ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായിരിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ജില്ലയിൽ നിന്നുള്ള മികച്ച 10 കുടുംബശ്രീ മൈക്രോ സംരംഭകരെ തെരഞ്ഞെടുത്ത് കേരള വിഷൻ അവാർഡുകൾ നൽകി ആദരിക്കുന്നു. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡിന് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള കുടുംബശ്രീ സംരംഭകർ ജൂൺ 30 അപേക്ഷകൾ സമർപ്പിക്കുക. ജൂലൈ 12 തൃശൂർ DBCLC ഹാളിൽ വൈകിട്ട് 5 അവാർഡ് സമർപ്പണം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8086800668. ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് kvnproject24@gmail.com. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8930 രൂപ, പവന് 71,440 രൂപ. കല്ലൂർ നായരങ്ങാടി അറയ്ക്കൽ കൃഷ്ണകുമാർ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 7 പാമ്പാടി ഐവർ മഠത്തിൽ. കല്ലൂർ പാലക്കപ്പറമ്പ് പുറത്തൂക്കാരൻ റപ്പായി ഭാര്യ തെരേസ്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോൺസൺ, സിനി എന്നിവർ മക്കളും ലിജി, ഡെന്നീസ് എന്നിവർ മരുമക്കളുമാണ്. കൊടകര തെക്കിനിയത്ത് കോച്ചക്കാടൻ സൈമൺ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച തിരിഞ്ഞ് 3:30 കൊടകര സെൻറ് ജോസഫ് ഫൊറോന പള്ളിയിൽ. ബീനയാണ് ഭാര്യ. ഷോബിൻ, ഷെൽബി എന്നിവർ മക്കളും സിഞ്ചു, ജോമിൻ എന്നിവർ മരുമക്കളുമാണ്. തൊട്ടിപ്പാൾ ചെറുവത്തൂർ വടക്കൻ ബേബി ഭാര്യ ബീന അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബെജോ, ബെൻഡോ എന്നിവർ മക്കളും ജിൻസി, ജസ്ന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പൊടിഞ്ഞ അസ്ഥികളുമായി നേരിട്ടെത്തിയ യുവാവ്. രഹസ്യബന്ധത്തെ തുടർന്ന് കാമുകി പ്രസവിച്ച 2 കുട്ടികളുടെ അസ്ഥിയാണെന്ന് മൊഴി. ആമ്പലൂർ ചേനക്കല ഭവിൻ, നൂൽവെള്ളി മുല്ലയ്ക്കപ്പറമ്പിൽ അനീഷ എന്നിവർ പിടിയിൽ. പീച്ചി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂട്ടി. 4 ഷട്ടറുകളും ആകെ 3 ഇഞ്ചാണ് ഉയർത്തിയത്. ആരോഗ്യ ബോധവൽക്കരണവുമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ച് ജില്ലാ കളക്ടറും സംഘവും. ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ കെട്ടിടം ചാലക്കുടി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുനർനിർമ്മിച്ചു. ലഹരിക്കെതിരെ നന്ദിപുലം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിലെ CLC സംഘടനയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.